ഈ നിർഭയ ഷെൽട്ടർ ഹോം ഔപചാരികമായി തുടങ്ങുമ്പോൾ അത് കേരളത്തിൽ ഒരു പുതിയ സന്ദേശം നൽകിക്കൊണ്ടാണ് നമ്മളുടെ സമൂഹത്തിൽ വളരെ ക്രൂരമായ സമീപനത്തിന് വിധേയരാകുന്ന സഹോദരിമാരെ സംരക്ഷിക്കേണ്ട ബാധ്യത സമൂഹം ഏറ്റെടുക്കുന്നു എന്നുള്ള സന്ദേശമാണ് അതിനകത്തുള്ളത്. സാമൂഹ്യപരമായ ഒരു ഉയർത്തെണീപ്പ് ഈ അതിക്രമങ്ങൾക്കെതിരെ ഈ നമ്മുടെ സംസ്കാരത്തിന് എല്ലാം ദോഷം വരുത്തുന്ന രീതിയിലുള്ള സമീപനങ്ങൾക്കെതിരെ ചിന്തിച്ചേ മതിയാകും. തെറ്റ് ചെയ്യുന്നവൻ നിയമത്തിന്റെ മുമ്പിൽ വരും എന്ന് ഉറപ്പുവരുത്തണം. അത് മറ്റെന്തിനേക്കാളും പ്രധാനമാണ്. കർശനമായ നടപടി, നിയമ നടപടി, അതോടൊപ്പം സമൂഹത്തിന്റെ ഒരു ഒറ്റപ്പെടുത്തൽ. ഇതുപോലുള്ള കാര്യങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനെതിരായിട്ടുള്ളൊരു വികാരം, സമൂഹത്തിന്റെ വികാരം, ഇത് ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നം അല്ലെങ്കിൽ ആ കുടുംബത്തിന്റെ മാത്രം പ്രശ്നം ഒരിക്കലും ആകാൻ പാടില്ല. കർശനമായിട്ടുള്ള സമൂഹത്തിന്റെ ഒറ്റപ്പെടുത്തുന്ന ആ സമൂഹത്തിന്റെ ഒരു മനസ്സോട് കൂടിയിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് ഇതിനെതിരായിട്ട് വരേണ്ടത്. നിയമത്തെക്കാൾ ശക്തം ആ കൂട്ടായ്മയായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂന്നാമത്തത്, ഇങ്ങനെ ഉള്ളവരുടെ സംരക്ഷണം നമ്മൾ ഏറ്റെടുത്തേ മതിയാവും. നിർഭയ സ്കീം തന്നെ ഉണ്ടായത് ഇങ്ങനെയുള്ള ഒരാശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സംരക്ഷിക്കേണ്ട ബാധ്യത സമൂഹത്തിനുള്ളതാണ്, അത് ഏറ്റെടുക്കുന്നു എന്നുള്ള സന്ദേശമാണ് ഇതിൽ നിന്ന് നമ്മൾ നൽകുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച തിരുവനന്തപുരത്ത് വെച്ച് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രതിനിധികളായി ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. അതിൽ ഞങ്ങൾ ഏറ്റവും മുഖ്യമായി ഉന്നയിച്ച ഒരു കാര്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള കേസുകൾ വേഗത്തിൽ വിചാരണ ചെയ്യുന്നതിന് 3 ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ അനുവദിക്കണം എന്നുള്ളതാണ്. 3 ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ അവിടെ വെച്ച് തന്നെ അനുവദിച്ചു. 27-ാം തീയതി, ഈ മാസം 27-ാം തീയതി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് വന്ന് എറണാകുളത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ വിജയിക്കണം എന്നുണ്ടെങ്കിൽ അത് എല്ലാവരുടെയും പങ്കാളിത്തത്തോടു മാത്രമേ നടക്കത്തുള്ളൂ. നമ്മുടെ സംസ്കാരത്തിന്, നമ്മുടെ പാരമ്പര്യത്തിന്, നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾക്കൊക്കെ എതിരെയുള്ള ഒരു ചിന്താഗതിയാണ്. അത് നമ്മൾ ഓരോരുത്തരുടെയും പ്രശ്നമായി കണ്ടുകൊണ്ട് ഇതിനെതിരെ ശക്തമായ നടപടികളുമായി മുമ്പോട്ട് പോകേണ്ടതുണ്ട്. അതിന് ഒരിക്കൽ കൂടി എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇത്. അതൊക്കെ വിജയത്തിലെത്തിക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർഭയ ഷെൽട്ടർ ഹോമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഞാൻ നിർവഹിക്കുന്നു. നമസ്കാരം.